ഹലോ, എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ ചാനലിൽ മാത്രമേ ഫുൾജാർ സോഡ ആക്കാൻ ബാക്കിയുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ മാത്രം ആക്കാതിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഞാനും ആക്കിയ ഒരു ഫുൾജാർ സോഡ. അപ്പോൾ അതിനാവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അതുപോലെ അതെങ്ങനെയാണ് ആക്കേണ്ടതെന്നും കൂടി നോക്കാം. ഫുൾജാർ സോഡ ആക്കാനുള്ള അത്യാവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറുനാരങ്ങ, പുതിനയില. ഇതൊക്കെയാണ് അത്യാവശ്യമുള്ള സാധനങ്ങൾ. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാൻ മറക്കരുത്. പിന്നെ വേണ്ടതാണ് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് എന്ന് പറയും. ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതുപോലെ പൊങ്ങി വരും. പിന്നെ വേണ്ടതാണ് ഉപ്പ്. ഉപ്പും നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. സോഡയാകുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും. ആദ്യം നമുക്ക് പച്ചമുളക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഗ്ലാസ്സാണ് ഇതിൻ്റെ മെയിൻ ഫുൾജാർ സോഡ ആക്കേണ്ട മെയിൻ സാധനം. ഈ കുഞ്ഞി ഗ്ലാസ് ഉണ്ടാവണം. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി കൂടി ഒരുപാടൊന്നും വേണ്ട, ഇഞ്ചി കുറച്ച് ചെറിയ പീസാക്കി ഇതും അരച്ചെടുക്കാം. ഇഞ്ചിയും അരച്ചെടുത്തതിന് ശേഷം ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചിയും നമുക്ക് ആ കുഞ്ഞി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പുതിനയില കൂടി അരച്ചെടുക്കാം. പുതിനയില അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ബ്ലാക്ക് കളറാവും. ഇതും കൂടി നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം ഈ കുഞ്ഞി ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി മതി. പുളിയില്ലാത്ത ചെറുനാരങ്ങയാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം അതിൻ്റെ നീര്. ഇപ്പം നല്ല പുളി ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതിയോളം മതി. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തത് സബ്ജ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കുക. സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അവസാനം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ ഫുൾജാർ സോഡ ആക്കേണ്ട കുഞ്ഞി ഗ്ലാസ്സിൽ റെസിപ്പിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതാണ് സോഡ. ഞാനിപ്പോൾ ഇവിടെ ക്ലബ് സോഡയാണ് എടുത്തിട്ടുള്ളത്. സോഡ ഇനി ഇതുപോലെ ഒരു വലിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫുൾജാർ സോഡ ആക്കേണ്ട ആദ്യം തന്നെ വേണ്ട സാധനം എന്ന് വെച്ചാൽ ഒരു വലിയ ഗ്ലാസും ഒരു കുഞ്ഞി ഗ്ലാസ്സുമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എത്ര എളുപ്പത്തിലാക്കിയെടുക്കാം. അപ്പോൾ സോഡ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ കുഞ്ഞി ഗ്ലാസ്സിലാക്കി വെച്ച റെസിപ്പി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇട്ട് കൊടുത്ത് ഇതാ പതഞ്ഞ് വരുന്നുണ്ട്. ഈ പതഞ്ഞ് വരുന്ന ടൈം തന്നെ നമ്മൾ കുടിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ പതഞ്ഞ് വരുന്ന ടൈമിൽ തന്നെ കുടിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എരിവ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക, കൂടുതൽ ഇട്ട് പോകരുത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുക്കളക്കൂട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്